ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മളുടെ ഇപ്പോൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത്. കേരള ചരിത്രം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ നവോത്ഥാന നായകന്മാരെ നമുക്കറിയാം. എന്തായാലും ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസ് അതല്ലെങ്കിൽ സാധാരണ ഏതൊരു PSC എക്സാമിലും 1, 2, 3 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. PSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നൊക്കെ നമുക്ക് പറയാം നവോത്ഥാന നായകന്മാർ ഹിസ്റ്ററിയുടെ സെഷനിലേക്ക് വരുമ്പോൾ കേട്ടോ. അപ്പോൾ നവോത്ഥാന നായകന്മാർ നമ്മൾ ഒരു കാലഗണനയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ പഠിച്ചു വരുമായിരുന്നു. 4 ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിക്ക് മുന്നത്തെ കാണാത്ത ആളുകൾ തീർച്ചയായും അത് പോയി കാണണം. കാരണം വളരെ റാൻഡമായിട്ടൊന്നും നിങ്ങൾ പഠിക്കാതിരിക്കുക. കാരണം അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ബാരിസ്റ്റർ GP പിള്ളേനെ കുറിച്ചാണ്. ഇത് പാർട്ട് 5 ആണ്. ക്ലാസ് ഞാൻ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നൊന്നുമില്ല. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് ആരാണ്? C. കൃഷ്ണൻ. ആരാണ്? C. കൃഷ്ണൻ. C. കൃഷ്ണൻ 1867 ജനിക്കുന്നത്, മരിക്കുന്നത് 1938. അപ്പോൾ എനിക്കറിയാവുന്ന എല്ലാ പോയിന്റ്സും ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ വോയിസ് കേൾക്കാതെ ഈ സ്ക്രീനിലേക്ക് നോക്കി പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പോയിന്റ്സ് ഒന്നും നഷ്ടപ്പെടാതിരിക്കുക. ഞാൻ ഈ പോയിന്റ്സ് എല്ലാം വായിക്കുന്നതായിരിക്കും. കാരണം ഇത് ക്ലാസ് ചിലപ്പോൾ ഈ അടുക്കളയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ യാത്രയുടെ ഇടയിലൊക്കെ ഹെഡ്സെറ്റിലൊക്കെ കേട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് പോയിന്റ്സ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു, സ്ക്രീനിലുള്ള ഓരോ പോയിന്റും 3 പ്രാവശ്യം വായിക്കുന്നു, നോട്ട്സ് എഴുതുന്നു, വീക്കെൻഡിൽ അത് റിവൈസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ C. കൃഷ്ണൻ ജനനം ചാവക്കാടാണ്. 1867 ജൂൺ 11 അദ്ദേഹം ജനിക്കുന്നത്. 1867 ജൂൺ 11. മാതാപിതാക്കൾ പാറൻ ഉണ്ണൂലി. C. കൃഷ്ണൻ്റെ മാതാപിതാക്കളെ കുറിച്ച് അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമുക്കറിയാം PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. C. കൃഷ്ണൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ്റെ മാതാപിതാക്കളുടെ പേരാണ് പാറൻ ഉണ്ണൂലി. ഇപ്പം ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് കേൾക്കാനുള്ളൊരു ഓപ്ഷൻ യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ തരുന്നുണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ഇനി റിവൈസ് ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് കേൾക്കുവാണെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് സമയം സേവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കാം. നോക്കൂ, ഈ നവോത്ഥാന നായകന്മാരൊക്കെ ഞാൻ പറയാറുള്ള പോലെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മളുടെ സമൂഹത്തിനെ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ അവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്താണ് മറ്റെല്ലാ പോയിന്റ്സും നമ്മൾ പഠിക്കേണ്ടത്. അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു നവോത്ഥാന നായകന്മാരായിട്ട് നമ്മൾ പഠിക്കില്ലല്ലോ. ഇദ്ദേഹം എന്താ ചെയ്തത്? 1908 കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചു. മലബാർ കുടിയാന്മ നിയമത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലേ. മലബാർ കുടിയാന്മ നിയമത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. തീയരുടെ മലയാള മാസിക എന്നറിയപ്പെടുന്ന മിതവാദി 1913 ആരംഭിച്ചു. തീയരുടെ മലയാള മാസിക എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? അപ്പോൾ മിതവാദി. അത് 1913 ആരംഭിച്ചത് ആരാണ്? C. കൃഷ്ണൻ ആണ്. കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപരും ആരെന്നെയായിരുന്നു? C. കൃഷ്ണൻ. കേരള സഞ്ചാരി, മിതവാദി, പിന്നെ മലബാർ കുടിയാന്മ നിയമത്തിന്റെ ശില്പി, കാലിക്കറ്റ് ബാങ്ക്, ഇതൊക്കെ ആരായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? C. കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മിതവാദി പത്രം പ്രസിദ്ധീകരണം നിർത്തിയപ്പോൾ അത് വിലക്കി വാങ്ങി പ്രസിദ്ധീകരണം തുടങ്ങിയത് ഇദ്ദേഹമാണ്. ഓക്കെ, മിതവാദി പത്രം പ്രസിദ്ധീകരണം നിർത്തി. അപ്പോൾ അത് വിലയ്ക്ക് വാങ്ങിയിട്ട് തുടർന്നും അദ്ദേഹം പ്രസിദ്ധീകരണം തുടരുകയുണ്ടായി. മിതവാദി തലശ്ശേരിയിൽ നിന്ന് മുക്കോർത്ത് കുമാരൻ ആരംഭിച്ച പത്രമാണ്. അപ്പോൾ ഈ തീയരുടെ മലയാള മാസിക എന്ന മിതവാദി ആരംഭിച്ചത് ഇദ്ദേഹമല്ല, പക്ഷെ ഇദ്ദേഹം മേടിച്ചിട്ട് അത് പിന്നെ രണ്ടാമത് മിതവാദി പ്രസിദ്ധീകരണം തുടങ്ങി. തലശ്ശേരിയിൽ നിന്ന് മുക്കോർത്ത് കുമാരൻ ആരംഭിച്ച പത്രമാണിത്. 1913 C. കൃഷ്ണൻ ഉടമസ്ഥാവകാശം നേടിയെടുത്തു. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. തീയരുടെ ബൈബിൾ കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ്. കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് എവിടെ? മിതവാദിയിലാണ്. അത് 1913 ആര് വിലക്ക് മേടിക്കുന്നത്? C. കൃഷ്ണൻ അതുകൊണ്ട് ഉടമസ്ഥാവകാശം നേടിയെടുക്കുന്നത്. അതിക്ക് മുന്നേ അത് മുക്കോർത്ത് കുമാരനാണ് ആ പത്രം ആരംഭിച്ച വ്യക്തി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ സ്ലൈഡ് മാറ്റുന്നതിന് മുന്നേ നിങ്ങൾക്ക് തീരുന്നില്ലെങ്കിൽ തീർച്ചയായും പോസ് ചെയ്ത് 2, 3 വട്ടമൊക്കെ വായിക്കാം. നല്ല ശ്രദ്ധയോടെ വായിക്കാം. നോക്കൂ, അടുത്തത് യുക്തിവാദി മാസികയുടെ പത്രാധിപർ ആയിരുന്നു. യുക്തിവാദി എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു ആര്? C. കൃഷ്ണൻ. ഇങ്ങനത്തെ ചോദ്യങ്ങളെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. C. കൃഷ്ണനെ കുറിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവന ഇത് അതിനകത്ത് പറഞ്ഞേക്കാണ് യുക്തിവാദി മാസികയുടെ പത്രാധിപരായിരുന്നു. 1913 മിതവാദിയുടെ ഉടമസ്ഥാവകാശം നേടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളതുകൾ വരുമ്പോൾ ചിലപ്പോൾ ആള് മിതവാദിയായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, യുക്തിവാദിയായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. എന്നാൽ യുക്തിവാദി മാസികയുടെ പത്രാധിപരായിരുന്നു ആര്? C. കൃഷ്ണൻ.
തളി റോഡ് സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമങ്ങളുടെയും മതങ്ങളുടെയും ധർമ്മകർത്താവായി നിയമിതനായത് ഇദ്ദേഹമാണ്. അപ്പം മതം അല്ല, മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ മഠം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മഠം ഓക്കെ. മഠങ്ങളുടെയും കർത്താവായി നിയമിതനായത് ഇദ്ദേഹമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമങ്ങൾ, അതായത് അതൊക്കെ നോക്കി അതിനൊക്കെ ധർമ്മകർത്താവ്, അതിന് ധാർമ്മികമായ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോകുന്ന ഒരു നോക്കി നടത്തുകാരൻ ആയിട്ട് നിയമിതനായത് ആരാണ്? ശ്രീകൃഷ്ണനാണ്. താഴ്ന്ന ജാതിക്കാർക്കായി ബാലപ്രബോധന സംസ്കൃത പാഠശാല ആരംഭിച്ചു. താഴ്ന്ന അധസ്ഥിതർക്കായിട്ട് എന്താരംഭിച്ചു? ബാലപ്രബോധന സംസ്കൃത പാഠശാല ആരംഭിച്ചു. കാരണം സംസ്കൃതം ഒന്നും അപ്രാപ്യമായിരുന്നു അല്ലേ, താഴ്ന്ന ജാതിക്കാർക്ക് പഠിച്ചെടുക്കാനും പറഞ്ഞും കൊടുക്കൂല, പറഞ്ഞും പഠിക്കാനായിട്ടുള്ള യോഗ്യതയില്ല, അത് നിഷിദ്ധമായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് സംസ്കൃതമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബാലപ്രബോധന സംസ്കൃത പാഠശാല ആരംഭിച്ചു. നോക്കൂ, സ്ത്രീകളുടെ ഉന്നമനത്തിന് അവകാശങ്ങൾക്കും വേണ്ടി മിസ്ട്രസ്മാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. മിസ്ട്രസ്മാരുടെ സങ്കടങ്ങൾ ഇതാരെഴുതിയതാണ്? ശ്രീകൃഷ്ണൻ എഴുതിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാ? സ്ത്രീകളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പറയുന്ന ഒരു ലേഖനമാണ് മിസ്ട്രസ്മാരുടെ സങ്കടങ്ങൾ. അതാരെഴുതി? ശ്രീകൃഷ്ണൻ. ഓക്കെ. 1938 നവംബർ 29 ഇദ്ദേഹം അന്തരിച്ചു. ഇനി ശ്രീകൃഷ്ണനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലൊരു പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. കാരണം അങ്ങനെ ഒരു കൂട്ടായ പഠനത്തിലൂടെ തന്നെയാണ് നമ്മൾ അറിവ് പങ്കുവയ്ക്കുമ്പോൾ ആണല്ലോ അത് നമുക്ക് ഉറപ്പിക്കുകയും അത് കൂടുതലാവുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. ആരാണ്? CV കുഞ്ഞിരാമൻ. വളരെ ചെറിയതാണുള്ളത്. CV കുഞ്ഞിരാമൻ 1871 ജനിക്കുന്നത്. 1949 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് മരിക്കുന്നത്. CV കുഞ്ഞിരാമൻ. മയ്യനാട് ആണ് ജന്മസ്ഥലം. കേരള കൗമുദി പത്രം 1911 കേരള കൗമുദി പത്രം വരുന്നത്. അതിൻ്റെ പത്രാധിപൻ അല്ലെങ്കിൽ പത്രത്തിൻ്റെ സ്ഥാപകനാണ് CV കുഞ്ഞിരാമൻ. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകൻ. മലയാള രാജ്യം എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. അപ്പോൾ നോക്കൂ, കേരള കൗമുദിയുടെ സ്ഥാപകനാണ് CV കുഞ്ഞിരാമൻ, എന്നാൽ മലയാള രാജ്യത്തിൻ്റെ പത്രാധിപരായിരുന്നു. സുനന്ദിനി മാസിക ആരംഭിച്ചു. അപ്പോൾ CV കുഞ്ഞിരാമൻ ആരംഭിച്ച ഒരു മാസികയുടെ പേരാണ് സുനന്ദിനി. ഇദ്ദേഹം 1949 അന്തരിച്ചു. അപ്പോൾ ഈ മാസിക, പത്രം ഇതൊക്കെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കൊക്കെ എന്തുണ്ടായിട്ടുണ്ടാവും? രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങൾക്കൊക്കെ എന്തുണ്ടായിട്ടുണ്ടാവും? കാരണങ്ങൾ ആയിട്ടുണ്ടാവില്ല. അതിൽ വരുന്ന ലേഖനങ്ങൾ, കാര്യങ്ങളൊക്കെ വായിച്ച ആളുകൾ വിവരമുള്ളവരും പ്രബുദ്ധരാകാനൊക്കെ ഇടയായിട്ടുണ്ട്. അവനവൻ്റെ അവകാശങ്ങളെ പറ്റിയൊക്കെയുള്ള വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ പത്രം മാസികയൊക്കെ സ്ഥാപിച്ച ആളുകൾ നവോത്ഥാന നായകന്മാരുടെ ഗണത്തിൽ വരുന്നത്. ഓക്കെ. അടുത്ത ആൾ നോക്കാം. കുമാരനാശാൻ. വളരെ പ്രധാനപ്പെട്ട ആളാണ് കുമാരനാശാൻ. നോക്കാം. കുമാരനാശാൻ ജനിച്ചത് 1873 ഏപ്രിൽ 12. കുമാരനാശാനെ കുറിച്ച് നമ്മൾ മലയാളത്തിലും സാഹിത്യത്തിലും ഒക്കെ പഠിക്കും കേട്ടോ. 1873 ഏപ്രിൽ 12 ഇദ്ദേഹം ജനിക്കുന്നത്. എവിടെയാണ്? കായിക്കര, തിരുവനന്തപുരം. എവിടെ ജനിക്കുന്നത് കുമാരനാശാൻ? കായിക്കര, തിരുവനന്തപുരം. നോക്കൂ, കുമാരനാശാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ക എന്ന് പറഞ്ഞ അക്ഷരത്തിലാണ്. ഇവിടെ കായിക്കരയും ക എന്ന അക്ഷരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുമാരനാശാൻ കായിക്കര, തിരുവനന്തപുരം എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. കുമാരനാശാൻ്റെ മാതാപിതാക്കൾ നാരായണൻ, കാളി. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കുമാരനാശാൻ്റെ മാതാപിതാക്കൾ നാരായണൻ, കാളി. ഭാര്യ ഭാനുമതി അമ്മ. കുമാരനാശാൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഭാനുമതി അമ്മ. ബാല്യകാല നാമം കുമാരു എന്നാണ്. ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കുക അല്ലേ, ഈസി ആയിട്ട് ഓർത്തിരിക്കാം. കുമാരു. കുമാരനാശാൻ്റെ ബാല്യകാല നാമം എന്താണ്? കുമാരു. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ്. ആദ്യ വ്യക്തിയൊന്നുമല്ല, ആദ്യ കവി കുമാരനാശാനാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ കവി എന്ന 1920 അദ്ദേഹം തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയുടെ അംഗമായി. അങ്ങനെ അദ്ദേഹം തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യത്തെ കവിയാകുന്നു. ഏത് വർഷം? 1920. സ്നേഹഗായകൻ, ആശയഗംഭീരൻ, മഹാകാവ്യം എഴുതാത്ത മഹാകവി, വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശൻ. സ്നേഹഗായകൻ, ആശയഗംഭീരൻ, മഹാകാവ്യം എഴുതാത്ത മഹാകവി. കുമാരനാശാന്റെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. മനുഷ്യ കഥാനുയായികൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ജോസഫ് മുണ്ടശ്ശേരി
കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിക്കുന്നുണ്ട്. ഏത് ബുക്കിലാണ്? മനുഷ്യ കഥാനുയായികൾ. നോക്കൂ, കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. 1922 മദ്രാസ് യൂണിവേഴ്സിറ്റി 1922 കുമാരനാശാന് മഹാകാവ്യം എഴുതിയിട്ടില്ല എങ്കിലും കുമാരനാശാൻ്റെ ഒരു ഒരു കഴിവ് മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മഹാകവി എന്ന പദവി മദ്രാസ് യൂണിവേഴ്സിറ്റി നൽകുകയുണ്ടായി. കുമാരനാശാന് പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ്. കുമാരനാശാന് പട്ടും വളയും, അതൊരു എന്താ പറയുക, നമ്മളിന്ന് ഷീൽഡ് കിട്ടാന്നൊക്കെ പറയില്ല, അതുപോലെ പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരൻ ആണ്. ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് വെയിൽസ് രാജകുമാരനാണ് കുമാരനാശാന് പട്ടും വളയും സമ്മാനിച്ചത്. നോക്കുക, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമായ വീണപൂവ് എഴുതിയത് കുമാരനാശാൻ. അതായത് ഒരു ഖണ്ഡകാവ്യത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങി വന്ന മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ്. അതെഴുതിയത് കുമാരനാശാനാണ്. ഈ കുമാരനാശാൻ വീണപൂവ് എഴുതിയ സ്ഥലം ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ജൈനമേട്, പാലക്കാട്. ജൈനമേട് പാലക്കാട്. വീണപൂവ് ആദ്യമായി അച്ചടിച്ച മാസിക മിതവാദി. നോക്കൂ, മിതവാദി ഇപ്പം എത്രാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പറയുന്നത്? മിതവാദി എന്ന മാസികയിലാണ് ആദ്യമായിട്ട് വീണപൂവ് അച്ചടിച്ചു വന്നത്. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് ഉള്ളൂര് വള്ളത്തോള് ആശാൻ. ഈ 3 പേരാണ് ആധുനിക കവിത്രയങ്ങൾ. അതിനകത്ത് പെട്ട ഒരാളാണ് ഉള്ളൂര് വള്ളത്തോള്. പിന്നെ ആരാണ്? ഉള്ളൂര് വള്ളത്തോള് ആശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ഏതാണ്? കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി കുമാരനാശാൻ അല്ല. അതാരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഇടാം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവിയാണ് ആര്? കുമാരനാശാൻ. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാനാണ്. ആദ്യ എഡിറ്ററായിരുന്ന SNDPയുടെ മുഖപത്രം, അതായത് ഈ SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്. അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു? അത് നമ്മളുടെ കുമാരനാശാനാണ്. 1904 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, വിവേകോദയം. അപ്പോൾ SNDPയുടെ മുഖപത്രം വിവേകോദയമാണ്. അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ ആയിരുന്നു ആര്? കുമാരനാശാൻ. വിവേകോദയം സ്റ്റാർട്ട് ചെയ്യുന്നത് 1904. അതിനുശേഷം നമുക്കറിയാം വിവേകോദയം യോഗനാഥമായിട്ടൊക്കെ മാറണം. ഇപ്പോൾ വിവേകോദയം അല്ല, SNDPയുടെ മുഖപത്രം യോഗനാഥം ആണ്. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. 1922 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ വിവർത്തകനായിരുന്നു. അതായത് ടാഗോറിന് മലയാളം അറിയില്ലല്ലോ, ശ്രീനാരായണ ഗുരുവിന് എന്തറിയില്ല? ഹിന്ദി അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയിൽ ഒരു വിവർത്തകൻ, ഒരു ട്രാൻസ്ലേറ്റർ വേണം. അതായിട്ട് നിന്നത് ആരാണ്? കുമാരനാശാൻ. 1922 ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ അവരുടെ ഇടയിലുണ്ടായ ഒരു ട്രാൻസ്ലേറ്റർ ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. കുമാരനാശാൻ SNDP യോഗം പ്രസിഡന്റായ വർഷം 1923. 1923 കുമാരനാശാൻ SNDPയുടെ യോഗത്തിൻ്റെ പ്രസിഡന്റായി മാറി. കുമാരനാശാന്റെ പ്രധാന കൃതികൾ നളിനി, ലീല, പ്രരോദനം, ശ്രീബുദ്ധചരിതം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, സിംഹപ്രസവം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ, ദിവ്യകോകിലം, പുഷ്പവാടി, വിചിത്രവിജയം ഒരു നാടകമാണ്. ഒരു നാടകമാണ്. ബാക്കിയൊക്കെ കവിതയുടെ സെഷനിൽ പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ കുമാരനാശാന്റെ പ്രധാന കൃതികൾ ഒരുപാട് തവണ PSC എടുത്തെടുത്ത് ചോദിച്ചാണ് കൃതികളാണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ കുറച്ചൊക്കെ ഇവിടെ പഠിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കവിതകളെ കുറിച്ച് ഈ കവിതകളും അതിൻ്റെ മറ്റ് കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ സാഹിത്യം പഠിക്കുമ്പോൾ തീർച്ചയായും പഠിക്കും. നോക്കുക, കുറച്ചൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാം കേട്ടോ. ദുരവസ്ഥ നോക്കൂ, മാപ്പിള ലഹളയുടെ, നമുക്കറിയാം മലബാർ ലഹള ഒക്കെ ഉണ്ടായ സമയമുണ്ടല്ലോ, ആ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം. അതിനകത്താണ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയപ്പെട്ടാലും ദോഷമുള്ളവർ, ആ വരിയുണ്ടല്ലോ, അത് ദുരവസ്ഥയിലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അതല്ലെങ്കിൽ മാറ്റുമതിങ്ങളെ താൻ എന്ന് പറയുന്ന ഈ വരിയും എവിടെയാണ്? ദുരവസ്ഥയിലുള്ളതാണ്. ഈ
ഈ ദുരവസ്ഥനെ പലപ്പോഴും പല ആളുകളും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അതായത് ദുരവസ്ഥ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ എഴുതിയതുകൊണ്ട് ക്രൂര മുഹമ്മദം എന്നൊരു വാക്ക് ഈ ദുരവസ്ഥയിൽ കുമാരനാശാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുമാരനാശാൻ വരെ ഇസ്ലാം മതം ക്രൂരമാണ് എന്ന് പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ പലപ്പോഴും പല സെമിനാറുകളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകൾ ഈ ഫണ്ടമെൻ്റലിസ്റ്റുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാനിവിടെ പറഞ്ഞു എന്നുള്ളൂ. PSCയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. മറ്റ് ആലോചിച്ചിരിക്കുക, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ എന്ന് പറയുന്ന ആ ഒരു കൊട്ടേഷൻ, ആ ഒരു വരി ഇതിനകത്താണ്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളി നിങ്ങളെ താൻ എന്ന് പറയുന്ന ഈ വരി നമുക്കറിയാം. പ്രാഞ്ചിയേട്ടൻ എന്ന് പറഞ്ഞ് നമുക്കറിയാം ആ കോമഡി സീൻ. അത് ആലോചിച്ച് വെക്കുക. അത് ദുരവസ്ഥ എന്ന് പറഞ്ഞ ഒരു കവിത, കുമാരനാശാൻ എഴുതിയ കവിതയിൽ പെട്ടതാണ്. ഈ മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ കുമാരനാശാൻ്റെ കവിത ഏത് എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് ദുരവസ്ഥയാണ്. അടുത്തത് നോക്കൂ, ചണ്ടാല ഭിക്ഷുകി 1922 പുറത്തു വരുന്നത്. ചണ്ടാല ഭിക്ഷുകി 1922 രചിക്കപ്പെടുന്നത്. ജാതി ചിന്തയ്ക്കെതിരെ തന്നെയാണ്. മാതങ്കിയുടെ കഥ പറയുന്ന ആശാന്റെ കൃതി ഏത്? ചണ്ടാല ഭിക്ഷുകി. മാതങ്കിയുടെ കഥ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, ജാതി ചോദിക്കുന്നില്ല ഞാൻ സഹോദരി, ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ല് അല്ല സാധുപുലയർ. ഇതൊക്കെ എവിടെയാണ്? ചണ്ടാല ഭിക്ഷുകിയിലാണ് കാണുക. ഈ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ല് അല്ല സാധുപുലയർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അയ്യങ്കാളിന് ഓർമ്മ വരും. പക്ഷെ അയ്യങ്കാളി അല്ല. ചണ്ടാല ഭിക്ഷുകിയിൽ ആശാൻ പറയുന്ന വരികളാണ് ഇപ്പം ഈ പറഞ്ഞ വരികളൊക്കെ. ഒരു 2, 3, 4, 5 വട്ടം വായിച്ചാലും കുഴപ്പമില്ല. ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ചോദ്യങ്ങൾ ഇഷ്ടംപോലെ തവണ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ കുമാരനാശാൻ എന്ന് പറയുന്ന നവോത്ഥാന നായകൻ. അടുത്തത് നോക്കൂ, മണിമാല. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കൃതിയാണ് മണിമാല. അപ്പോൾ ഈ കവിതകളൊക്കെ എങ്ങനെയാണ് നമുക്ക് ആലോചിച്ചറിയാം. ഇതിൻ്റെ തീം തന്നെ ആലോചിച്ചാൽ അറിയാം എങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു നവോത്ഥാനത്തിലേക്ക്, കേരളത്തിലെ അത്ര നാളുണ്ടായ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് ഈ കവികളൊക്കെ അവർ ഈ കവിതയിലൂടെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നാടകത്തിലൂടെ, നോവലിലൂടെ, അല്ലെങ്കിൽ പത്രത്തിലൂടെ, മാസികയിലൂടെ ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. മണിമാല എന്ന് പറയുന്ന ഒരു വർക്കിൽ എന്താ അദ്ദേഹം നമ്മളുടെ ആശാൻ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ എവിടെയാണ്? ഈ വരി എവിടെയാണ്? മണിമാല എന്ന് പറയുന്ന കൃതിയിലാണ്. വെട്ടിമുറിക്കുക കാൽ ചങ്ങല വിഭോ, പൊട്ടിച്ചെറിയുക ഈ കൈവിലങ്ങ്. ഇതെവിടെയാണ്? മണിമാലയിലാണ്. ഇനി വനമാല ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന് പറയുന്ന അടുത്ത കൃതിയിൽ എന്തിനു ഭാരതധാര കരയുന്നു, പാരതന്ത്രം നിനക്ക് വിധി കൽപ്പിതമാണ് തായേ. ഈ വരിയൊക്കെ എവിടെയാണ്? വനമാല അല്ലെങ്കിൽ ഒരു തീയക്കുട്ടിയുടെ വിചാരം എന്ന ആശാന്റെ കൃതിയിലാണ്. നളിനി വളരെ പ്രധാനപ്പെട്ട ആശാന്റെ ഒരു കൃതിയാണ്. നളിനി, ദിവാകരൻ കഥാപാത്രങ്ങൾ. നളിനി എന്ന കവിതയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നളിനിയും ദിവാകരനുമാണ്. ഇതിന് മറ്റൊരു നാമമുണ്ട്, ഒരു സ്നേഹം. നളിനി എന്ന കവിതയുടെ മറ്റൊരു പേരാണ് ഒരു സ്നേഹം. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്നേഹം എന്ന് പറയുന്ന കവിത ഏതാണ്? നളിനി അല്ലെങ്കിൽ ആശാന്റെ നളിനിയും ദിവാകരനും കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത്? ഒരു സ്നേഹമായിരിക്കും ചിലപ്പോൾ അത് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ഓപ്ഷൻസിൽ ഉണ്ടാവുള്ളൂ. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. നമ്മൾ ഒത്തിരി തവണ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. അതെവിടെയാണ്? നളിനിയിലാണ്. നളിനി എന്ന കൃതിയിലാണ്. ലൈല മജ്നു കൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആശാൻ എഴുതിയ കൃതി ഏത്? ലീല. കഥാപാത്രങ്ങൾ ഏതാണ്? മദനൻ, ലീല. ധ്രുവ മിഹ മാംസ നിബന്ധമല്ല രാഗം. ധ്രുവ മിഹ മാംസ നിബന്ധമല്ല രാഗം എന്ന് പറയുന്ന വരികൾ എവിടെ വരുന്നു? ലീല. പെട്ടെന്ന് നളിനി എന്ന കൃതിയിലാണെന്ന് പെട്ടെന്ന് തോന്നും, എന്നാൽ അത് ലീല എന്ന കൃതിയിലാണ്. മദനനും ലീലയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് പ്രരോദനം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ, അതായത് മരണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം, എലജി. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു എലജിയാണ്, വിലാപകാവ്യമാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ എഴുതിയ ഒരു വിലാപകാവ്യമാണ് പ്രരോദനം. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി അടുത്ത് നടന്ന PSC എക്സാമിൽ വരെ പ്രരോദനത്തെ പറ്റി ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അടുത്തൊരു വർക്കാണ് ശ്രീ ബുദ്ധചരിത്രം. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യയുടെ തർജ്ജമയാണ് ശ്രീ ബുദ്ധചരിത്രം. ലൈറ്റ് ഓഫ് ഏഷ്യയിൽ ഈ ബുദ്ധനെ പറ്റിയിട്ടുള്ള ഒരു ജീവചരിത്രമാണ് എഡ്വിൻ അർണോൾഡ് പറയുന്നത്. അതിൻ്റെ ഒരു തർജ്ജമയാണ് ശ്രീ ബുദ്ധചരിതം എന്നുള്ള രീതിയിൽ ആര് പറയുന്നത്? തർജ്ജമ ചെയ്തുകൊണ്ട് എഴുതിയതാണ്. ആര് എഴുതിയത്? ആശാൻ എഴുതിയത്. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് എന്ത്? ദിവ്യ
ദിവ്യകോകിലം. അപ്പം ദിവ്യകോകിലം എന്ന് ആശാൻ വിളിച്ചത് ആരെയാണ്? ടാഗോറിനെയാണ്. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായിട്ട് കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യകോകിലം. വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏതാണ്? നദോന്നത. ഈ വഞ്ചപ്പാട്ടിൻ്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ. ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എഴുതിയതാരാണ്? തയ്യാട്ട് ശങ്കരൻ. നോക്കൂ, ഇനി കുമാരനാശാനെ കുറിച്ച് മറ്റുള്ള പ്രധാനപ്പെട്ട സാഹിത്യത്തിൽ ഒക്കെയുള്ള വ്യക്തികൾ പല ബുക്കുകളും എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എഴുതിയത് തയ്യാട്ട് ശങ്കരനാണ്. മൃത്യുഞ്ജയം കാവ്യഗീതം എം കെ സാനു എഴുതിയ കൃതിയാണ്. മൃത്യുഞ്ജയം കാവ്യഗീതം എം കെ സാനു. ദിവ്യകോകിലം എഴുതിയത് ആരാണ്? ഡോക്ടർ ലീലാവതി. നോക്കൂ, ദിവ്യകോകിലം എന്ന് പറയുന്നത് ആശാൻ എഴുതിയിട്ടുണ്ട്. അത് ആരെ പറ്റിയിട്ടാണ്? ആരോടുള്ള ബഹുമാനത്തിന് വേണ്ടിയിട്ടാണ്? ടാഗോറിനോടുള്ളത്. എന്നാൽ ഡോക്ടർ ലീലാവതി എഴുതിയത് കുമാരനാശാനോടുള്ള അല്ലെങ്കിൽ കുമാരനാശാനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കാണ് ദിവ്യകോകിലം. ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത് ഡോക്ടർ പൽപ്പുവാണ്. SNDPയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് ആര്? കുമാരനാശാൻ. SNDP മുഖപത്രം വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? വിവേകോദയം. എത്ര അർത്ഥവത്തായൊരു പേരാണല്ലേ വിവേകോദയം. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നതു. കുമാരനാശാൻ അപകടത്തിൽ മരിച്ചത് 1924 ജനുവരി 16. 1924 ജനുവരി 14. അപ്പോൾ 2024 എത്ര വർഷമായി? 100 വർഷമായി. അത് ആലോചിച്ച് വെച്ചേക്കാം. അങ്ങനത്തെ ചോദ്യങ്ങൾ തീർച്ചയായും ചോദിക്കാറുണ്ട്. ഇനി നോക്കൂ, കുമാരനാശാന്റെ മരണത്തിനിടയാക്കി റെഡിമർ ബോട്ടപകടം നടന്നത് പല്ലനയാറ്റിൽ. അതായത് പല്ലനയാറ്റിൽ കുടികൊള്ളും കവി എന്നൊക്കെ പറയുന്നത് ആരാണ്? കുമാരനാശാനാണ്. കുമാരനാശാന്റെ മരണത്തെ അദ്ദേഹം പല്ലനയാറ്റിലൊരു ബോട്ടിൽ പോവായിരുന്നു. അപ്പോൾ ആ ബോട്ടിലൊരു അപകടത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരണമടയുണ്ടായത്. അപ്പോൾ റെഡിമർ ബോട്ടപകടം നടന്നത് പല്ലനയാറ്റിലാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ, തിരുവനന്തപുരം. എന്നാൽ പല്ലനയാറ്റിൻ്റെ തീരത്തൊന്നും അല്ല സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോന്നയ്ക്കലാണ്, തിരുവനന്തപുരത്തുള്ള തോന്നയ്ക്കൽ. കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നതും തോന്നയ്ക്കൽ, തിരുവനന്തപുരത്ത് തന്നെയാണ്. കുമാരനാശാൻ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആശാൻ വേൾഡ് പ്രൈസ്. കുമാരനാശാൻ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമുണ്ട്, അതിൻ്റെ പേരാണ് ആശാൻ വേൾഡ് പ്രൈസ്. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ. മാംസനിബന്ധമല്ല രാഗം, അത് ലീലയിലാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഉദ്ബോധിപ്പിച്ചതാരാണ്? കുമാരനാശാണ്. ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകം രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. ആരാണ്? ആശാന്റെ സീതാകാവ്യം, ചിന്താവിഷ്ടയായ സീത എന്നുള്ള കവിതയുണ്ടല്ലോ, ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകം രചിച്ചത് സുകുമാർ അഴീക്കോടാണ്. ഇതൊക്കെ ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നോക്കൂ, അടുത്ത പ്രധാനപ്പെട്ട വ്യക്തി ആരാണെന്ന് നോക്കൂ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ജനിച്ച വർഷം 1873. 1873 ജനിച്ചിട്ട് മരിച്ചത് എന്നാണ്? 1932. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ജനിച്ച സ്ഥലം ഓഫ് കോഴ്സ് എവിടെയാണ്? വക്കം, തിരുവനന്തപുരം. വക്കത്താണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത്. മാതാപിതാക്കൾ മുഹമ്മദ് കുഞ്ഞ്, ആഷ് ബീവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാതാപിതാക്കളെ പറ്റി അങ്ങനെ അധികം ചോദിച്ചിട്ടില്ല. എന്നാലും നമുക്ക് ആ പോയിന്റ് വിട്ട് കളയാൻ പറ്റില്ല. മുഹമ്മദ് കുഞ്ഞാണ് അച്ഛൻ അല്ലെങ്കിൽ വാപ്പ, ആഷ് ബീവിയാണ് ഉമ്മ. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതറിയാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം പഠിക്കുക. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. യാഥാസ്ഥിതികർ ഇദ്ദേഹത്തെ കാഫിർ, അതായത് അവിശ്വാസി എന്ന് പരിഹസിച്ചു. അതായത് അന്നത്തെ വ്യവസ്ഥാപിതമായ മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും എതിർത്തുകയും അതിനെതിരെ പോവുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലേ. അതുകൊണ്ട് തന്നെ യാഥാസ്ഥികരായിരുന്ന കുറേ മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് കാഫിർ. കാഫിറിൻ്റെ അർത്ഥം എന്താ? അവിശ്വാസി. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ പറയില്ലേ, കറക്റ്റ് ഓപ്ഷൻ എടുത്ത് എഴുതുക എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. മുസ്ലിം ഐക്യ സംഘം എവിടെയാണ് സ്ഥാപിച്ചത്? കൊടുങ്ങല്ലൂർ. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിരയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, ഇസ്ലാം ധർമ്മപരിപാലന സംഘം,
അപ്പോൾ ഇസ്ലാം ധർമ്മപരിപാലന സംഘം എന്ന് പറയുന്നത് SNDPയുടെ ഒരു മാതൃകയിൽ ഇൻസ്പയർഡ് ആയിട്ട് അദ്ദേഹം ചെയ്തതാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, മുസ്ലിം ഐക്യ സംഘം, അദ്ദേഹം അത് കൊടുങ്ങല്ലൂരാണ് സ്ഥാപിക്കുന്നത്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, ഇസ്ലാം ധർമ്മപരിപാലന സംഘം. ഇദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനത്തിൽ ആലപ്പുഴയിൽ രൂപം കൊണ്ട സംഘടനയാണ് ലജ്ജനത്തുൽ മുഹമ്മദീയ സംഘം. എവിടെയാണ്? ആലപ്പുഴയിൽ. അതായത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രോത്സാഹനത്തിൽ, ഇൻസ്പിരേഷൻ വഴിയായിട്ട് ആലപ്പുഴയിൽ രൂപം കൊണ്ട സംഘടനയാണ് ലജ്ജനത്തുൽ മുഹമ്മദീയ സംഘം. ദേശാഭിമാനി പത്രത്തിൻ്റെ ഇന്നത്തെ ദേശാഭിമാനി അല്ല കേട്ടോ, സ്വദേശാഭിമാനി ദേശാഭിമാനി ഒന്നുമല്ല. എന്നാൽ ആ സമയത്ത് 1900-ത്തിൻ്റെ തുടക്കത്തിൽ ഒരു പത്രം വന്നു, സ്വദേശാഭിമാനി. ആ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അധികം PSC പഠിക്കുകയൊന്നും ചെയ്യാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഓ, മുസ്ലിം ആയിട്ടുള്ള ആൾ ഈ സ്വദേശാഭിമാനി എന്ന് പറയുന്ന ഒരു പത്രം തുടങ്ങുമോ, ആ പേരിൽ തുടങ്ങുമോ, അങ്ങനെ ഒരു സംശയം വരും. നമ്മൾ അങ്ങനെയാണല്ലോ ഗസ് ചെയ്യണത്. പക്ഷെ ആ ഗസ് ഇവിടെ തെറ്റും. സ്വദേശാഭിമാനി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിതമായത് 1905 ജനുവരി 9. ചോദിച്ചിട്ടുണ്ട്. 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം എവിടെയാണ്? അഞ്ചുതെങ്ങ് എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെയാണ് സ്ഥാപിതമായത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. ആരായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണെങ്കിലും ആദ്യത്തെ എഡിറ്റർ ആരാണ്? CP ഗോവിന്ദപിള്ള. CP ഗോവിന്ദപിള്ള. നോക്കാം. അടുത്തത്, സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരിച്ച വർഷം 1907. സ്വദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ നിന്നാണ് ആദ്യം ആരംഭിക്കുന്നത് 1905. പിന്നീട് അത് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചു, അത് 1907. നോക്കൂ, ഈ വരി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുഖക്കുറിപ്പുണ്ടായിരുന്നു. ആ മുഖക്കുറിപ്പിലൂടെയാണ് സ്വദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എന്താണ്? ഭയകൗടില്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ. അതായത് ഭയങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു നാടിനെ വളർത്തുകയില്ല. അതായത് അധികാരത്തിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പവർഫുള്ളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് എന്തും അങ്ങ് ശരിയാണെന്ന് പറഞ്ഞ് അവരെ ഭയപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ഒരു നാടും വളരുകയില്ല എന്നുള്ള ഒരു മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം ഏതാണ്? സ്വദേശാഭിമാനി. ഭയകൗടില്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ചു. അപ്പം ഇങ്ങനത്തെ മുഖക്കുറിപ്പ് തന്നെ എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ, സ്വദേശാഭിമാനിയിൽ അത്യാവശ്യം നല്ല തീപ്പൊരി ലേഖനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ തിരുവിതാംകൂർ സർക്കാർ എന്ത് ചെയ്തു? ഇതങ്ങോട്ട് നിരോധിച്ചു. എന്നാൽ 1910. ഓക്കെ, 1910 ഇത് നിരോധിച്ചു. നോക്കൂ, പിന്നീട് അദ്ദേഹം ഒരു മാസിക കൊണ്ടുവന്നു, അതാണ് മുസ്ലിം. 1906 തന്നെ അദ്ദേഹം ഒരു മാസിക പുറത്തിറക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് മുസ്ലിം അൽ ഇസ്ലാം. ഇതൊരു അറബി മലയാളം മാസികയാണ്. 1918 വക്കം അബ്ദുൽ ഖാദർ മൗലവി അൽ ഇസ്ലാം എന്ന് പറയുന്ന അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസിക കൊണ്ടുവന്നു. ദീപിക മാസിക തന്നെയാണ് 1931 കൊണ്ടുവന്നതാണ്. മൗലവിയുടെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ ഇതിലാണ് പ്രസിദ്ധീകരിച്ചത്. ദീപിക ഇന്നത്തെ ദീപിക അല്ല കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചൊരു മാസികയുടെ പേരാണ് ദീപിക. 1931 അതിലാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആന്റെ ഒരു പരിഭാഷ അതിനകത്ത് പ്രസിദ്ധീകരിച്ചു. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം അദ്ദേഹം എഴുതി. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്ലാം, ദീപിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ചിരിക്കുക. കാരണം ഒരു പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മറ്റ് മുസ്ലിം നവോത്ഥാന നായകന്മാർ സ്ഥാപിച്ച മാസികകളൊക്കെ ഉൾപ്പെടുത്തി കറക്റ്റായിട്ടുള്ള ജോഡി ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് മുന്നേ. അപ്പം മുസ്ലിം, ഇസ്ലാം, ദീപിക. വർഷം കൂടി ഓർത്തിരിക്കുക. 1906 മുസ്ലിം, ഇസ്ലാം 1918, ദീപിക 1931. ഇതിനകത്ത് ഇസ്ലാമാണ് അറബി മലയാളത്തിലുള്ളത്. ഓക്കെ. ഖുറാൻ പരിഭാഷ ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് ദീപിക. അബ്ദുൽ ഖാദർ മൗലവി മരണമടഞ്ഞത് 1932 ഓഗസ്റ്റ് 23. ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിൽ മാത്രമേ മനുഷ്യ പുരോഗതി സാധ്യമാകുള്ളൂ. അതായത് മതവിദ്യാഭ്യാസം മാത്രം പോരാ, ഭൗതിക വിദ്യാഭ്യാസം. അതായത് നമ്മൾ സ്കൂളിൽ ആൾക്കാരെ വിട്ട് പഠിപ്പിക്കണം, ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും? ഇത് 1910 സ്വദേശാഭിമാനി ബാരിസ്റ്റർ GP പിള്ളേനെ നാടുകടത്തിയില്ലോ, അതിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ പത്രാധിപരില്ലാതെ
ഇല്ലാതെ എനിക്കെന്തിനാണ് പത്രവും അച്ചടിശാലയും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇന്നത്തെ ക്ലാസ് നമ്മുടെ അവസാനിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് 1-2 വട്ടമൊക്കെ കാണണം. നമ്മളുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, കേരള ചരിത്രത്തിൻ്റെ ഒരു പ്ലേലിസ്റ്റ്. അത് ഇതുവരെ കേരള ചരിത്രത്തിൻ്റെ കീഴിൽ വന്നിട്ടുള്ള നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള എല്ലാ വീഡിയോകളും അതിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ആദ്യം തൊട്ടുള്ള വീഡിയോകൾ ആ ഒരു ഓർഡറിനനുസരിച്ച് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോഴുള്ള ഒരു അവബോധം അതുവഴിയായിട്ട് ഉണ്ടാവും. ഈ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനും വ്യക്തികളൊക്കെ കറക്റ്റായിട്ട് ഏകദേശം ഏത് വർഷത്തെങ്കിലും നമുക്ക് കറക്റ്റായിട്ടൊരു ഗസ് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ഒരു ക്രോണോളജിക്കലി നമ്മൾ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, വളരെ റാൻഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കറിയാം PSC യുടെ സിലബസ് എന്ന് പറയുന്നത് കട്ടല് പോലെയാണ് കിടക്കുന്നത്. ഞാൻ പേടിപ്പിക്കുന്നതല്ല, പക്ഷേ സത്യാവസ്ഥ അതാണ്. അപ്പോൾ നമുക്ക് സൂര്യന് കീഴെ അല്ലെങ്കിൽ സൂര്യന് മുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊക്കെ PSC പഠിക്കുന്ന ആൾക്കാർക്ക് അറിയണം. ഇപ്പോൾ അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് റാൻഡായിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആസ് എ ലേണർ നിങ്ങൾക്ക് തന്നെ. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട, നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റ് ഫോളോ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾ വേണം, ഇനി എക്സ്ട്രാ വേറെ ഏതെങ്കിലും വേണം, ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വേറെ കൂടുതൽ വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ്, സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മൾ അതിനൊക്കെ എക്സ്പ്ലനേഷൻസൊക്കെ തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായിട്ട് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, അതൊക്കെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ.